ഹായ്, ഒരു അൺപ്രൊട്ടക്റ്റഡ് സെക്സിന് ശേഷം പെപ്പ് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നവരാണോ നിങ്ങൾ, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഈ 5 കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഈ 5 കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ദിവസവും കൃത്യസമയത്ത് അലാം വെക്കുക. അതാണ് പെപ്പ് മെഡിസിൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു തെറാപ്പിയിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. കാരണം ഈ 28 ദിവസം വളരെ ക്രൂഷ്യലാണ്. ഈ 28 ദിവസം കൃത്യസമയത്ത് മരുന്ന് കഴിക്കാൻ ശ്രമിക്കുക. അതേമാതിരി തന്നെ രണ്ടാമത്തെ കാര്യം, ഭക്ഷണത്തോടൊപ്പം മരുന്ന് കഴിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചുമ്മാ വെറും വയറ്റിൽ കഴിച്ചാൽ ചിലപ്പോൾ വയറുവേദനയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭക്ഷണത്തിനോടൊപ്പം തന്നെ ഈ മരുന്ന് കഴിക്കുക. അപ്പോൾ നമുക്ക് മാക്സിമം മരുന്നിൻ്റെ അബ്സോർപ്ഷനും ശരീരത്തിൽ കൂടുന്നതായിരിക്കും. മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളതാണ്. കാരണം ചെറിയ സൈഡ് എഫക്റ്റുകൾ ഒഴിവാക്കാനും ശരീരം ശുദ്ധീകരിക്കാനായിട്ടും ഈ വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമ്മളെ അത് സഹായിക്കും. അതേമാതിരി തന്നെ നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉറക്കം എന്നുള്ളതാണ്. അത് നമ്മുടെ ശരീരത്തിന് ഒരു ഉന്മേഷം നൽകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ടെൻഷനെ കുറയ്ക്കാനായിട്ടും സഹായിക്കും. കാരണം പെപ്പ് എടുക്കുന്ന പല ആളുകൾക്കും വളരെയേറെ ടെൻഷനോടുകൂടിയാണ് ആ 28 ദിവസം കടത്തിവിടുന്നതെന്ന് നമുക്കറിയാം. ടെൻഷൻ ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ പോയി പെപ്പ് മെഡിസിൻ വാങ്ങുന്നതും ആ ഒരു കാര്യങ്ങൾ ഓർത്തോർത്തേ ഇരിക്കുന്നതും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉറക്കം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അഞ്ചാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടായിക്കഴിഞ്ഞാൽ, മരുന്നെടുക്കുന്നത് മൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അന്നേരം ഒന്നെങ്കിൽ ഞങ്ങളുടെ S2 പോസിറ്റീവ് ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്ത ഡോക്ടറുമായിട്ട് എത്രയും വേഗം സംസാരിക്കുക.